കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി താലൂക്ക് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഹരീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി താലൂക്ക് കൺവെൻഷൻ റൂറൽ ബാങ്ക് ഹാളിൽ നടന്നു. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചട്ടങ്ങളും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം, അതിന്റെ ശക്തിപ്പെടൽ, അതിന്റെ പ്രശ്നപരിഹാരം ഒക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. എന്നാൽ ഇതിനിടയിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന, സഹകരണ മേഖലയ്ക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ നിർവാഹമില്ല. അതെല്ലാം കൃത്യമായ ചർച്ചകളിലൂടെ മുന്നോട്ട് കൊണ്ടുവരികയും അത് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പ്രധാനമായി വന്നിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസ്യതയുടെ തകർച്ച എന്ന് പറയുന്നത്. സഹകരണ മേഖല കേരളത്തിൽ ഇത്രയേറെ ശക്തിപ്പെടാൻ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് വളരാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുള്ള സഹകാരികളുടെ വിശ്വാസ്യത തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാന മൂലധനം എന്ന് പറയുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള സമര സേനാനികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയിരുന്നത്. അവരുടെ ജീവിതം സുതാര്യമായിരുന്നു. അവർക്ക് പ്രത്യേകമായ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ച് നാട്ടുകാരെ സമീപിച്ച് ചെറുതുക അവരിൽ നിന്ന് സമാഹരിച്ചിട്ടാണ്, ഓഹരികൾ സമാഹരിച്ചിട്ടാണ് അന്ന് സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചത്. ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അസോസിയേഷൻ അംഗങ്ങൾക്ക് ആദരവ് നൽകി. ചടങ്ങിൽ ഇ ജനാർദ്ദനൻ നമ്പ്യാർ അധ്യക്ഷനായി. NV അജയകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KB മോഹനൻ, ഫിലിപ്പ് ജോസഫ്, A പവിത്രൻ, A വത്സലൻ, TP രാമകൃഷ്ണൻ, K പ്രമീള, K ലീല എന്നിവർ സംസാരിച്ചു.